പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് P&L അല്ലെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ്, റവന്യൂ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു റിപ്പോർട്ടാണ്. മിക്കവാറും ബിസിനസ് ഓണേഴ്സ് കൃത്യമായി നോക്കുന്ന ഒരു റിപ്പോർട്ടും കൂടിയാണിത്. മെയിനായിട്ട് രണ്ട് കമ്പോണന്റ് ആണ് അതിലുള്ളത്: ഇൻകവും എക്സ്പെൻഡിച്ചറും. ഒരു പർട്ടിക്കുലർ പീരിയഡും അതിൽ വരണം, മിക്കവാറും ഒരു മാസത്തെ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിന്റെ, ഒരു ഇയറിന്റെ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. അപ്പോൾ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ്. അപ്പോൾ ഒരു മാസത്തെ ടോട്ടൽ ഇൻകം, അതിൽ നിന്ന് ഒരു മാസത്തെ ടോട്ടൽ എക്സ്പെൻസ് കഴിച്ചു കഴിഞ്ഞാൽ എത്രയാണോ ബാലൻസ് ഉള്ളത് അതായിരിക്കും ആ മാസത്തെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഈ റിപ്പോർട്ട് സർവീസിന് ചിലപ്പോൾ വേറെ രൂപത്തിലായിരിക്കാം. മാനുഫാക്ചറിങ് ഉള്ള എൻറ്റിറ്റിക്കാണെങ്കിൽ ആ റിപ്പോർട്ടിൽ കുറച്ച് മാറ്റം ഉണ്ടാവും, ട്രേഡിങ്ങിന് കുറച്ച് മാറ്റം ഉണ്ടാവും. എങ്കിലും അതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിരിക്കും. സാധാരണഗതിയിൽ ഇതിലുണ്ടാകുന്ന മിസ്റ്റേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില അസറ്റ് നമ്മൾ ചിലപ്പോൾ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകേണ്ട ചില ഐറ്റംസും കൂടി എന്ത് ചെയ്യും, P&L വരും. ഇങ്ങനെയൊക്കെയാണ് നോർമലിൽ ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. ക്ലിയറും കൺസിസ്റ്റൻറ്റുമായിട്ടുള്ള P&L ഉണ്ടെങ്കിൽ നമുക്ക് ആ P&L യൂസ് ചെയ്ത് കഴിഞ്ഞ മാസമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ സെയിം മന്തുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പീരിയഡ് വൈസ് കമ്പാരിസൺ അതിൽ നടക്കും. അതേപോലെ തന്നെ ടോപ്പ് അപ്പ് ടു ബോട്ടം കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മുടെ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ഓരോ എക്സ്പെൻസ് വരുന്നതെന്നുള്ള രൂപത്തിലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ GP റേഷ്യോ, NP റേഷ്യോ, ഇങ്ങനത്തെ കീ ആയിട്ടുള്ള റേഷ്യോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ P&L നിന്ന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന P&L നിന്ന് നമുക്ക് കിട്ടും. ചില ബിസിനസ് ഓണേഴ്സ് എങ്കിലും പറയാറുണ്ട്, എൻ്റെ P&L കുറേ പ്രോഫിറ്റ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ ക്യാഷ് ടൈറ്റായി വരുന്നത് അങ്ങനെയൊക്കെ. അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഇഷ്യോ മറ്റോ ആവാം. ആ കേസ് മുന്നേ ഒരു റീല് നമ്മളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഈ റിസൾട്ട്, ഇത് നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എന്താണെങ്കിലും അത് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അതിൻ്റെ ക്യാപിറ്റലിലേക്കാണ് പോവുക. കാരണം ബിസിനസ് ഓണറാണ് ഈ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് അനുഭവിക്കേണ്ട ആൾ.